ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമ്മൾ നോക്കുന്നത് 5th സ്റ്റാൻഡേർഡിലെ മലയാളം കേരള പാഠാവലി ഓണപരീക്ഷയുടെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് നിർദ്ദേശം ഒന്ന് വായിച്ചു നോക്കാം. താഴെ കൊടുത്തിട്ടുള്ള 6 പ്രവർത്തനങ്ങളിൽ ഒന്നാമത്തെ പ്രവർത്തനത്തിന് നിർബന്ധമായും ഉത്തരം എഴുതണം. 2 മുതൽ 6 വരെ പ്രവർത്തനങ്ങളിൽ 4 പ്രവർത്തനങ്ങൾക്ക് മാത്രം ഉത്തരം എഴുതിയാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, നമുക്ക് പ്രവർത്തനം 1 നോക്കാം. പ്രവർത്തനം 1, വായിക്കാം എഴുതാം. കവിത വായിച്ച് ശരി ഉത്തരം ബ്രാക്കറ്റിൽ നിന്നും കണ്ടെത്തി എഴുതുക. ഓക്കെ, കവിതാഭാഗം ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. പുതുമണമിളകുന്ന പൂക്കളേന്തി പൂവില ജാലം നിരന്നു നിൽപ്പു മുദിതരായി മധുപുണ്ണു മളിനിരകൾ മൂളിപ്പാട്ടോരോന്നു പാടിടുന്നു. തളിർവല്ലി തലയാട്ടി രസിച്ചിടുമ്പോൾ താളം പിടിക്കുന്നിളം തെന്നലും കളകള മൊഴികളാൽ കിളിനിരകൾ കാല്യക്കടലിൻ നലകൾ ചേർപ്പു മഴവില്ലിന്നൊളിചിന്നും ശലഭജാലം മാമരത്തോപ്പിൽ പറന്നിടുന്നു. ഇടപ്പള്ളിയുടെ മനോഹരമായൊരു കവിതയാണല്ലേ കൂട്ടുകാരെ നൽകിയിട്ടുള്ളത്. അപ്പോൾ കൂട്ടുകാർ 2 or 3 തവണ ഈ കവിതാഭാഗം വായിച്ചു നോക്കുക. ഓക്കെ, നമുക്ക് ഓരോ ചോദ്യങ്ങളായി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? മൂളിപ്പാട്ട് പാടുന്നത് ആരെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. എന്തൊക്കെയാണ് നൽകിയിട്ടുള്ളത്? കിളികൾ, അളിനിരകൾ, പൂമ്പാറ്റകൾ, തുമ്പികൾ. നമ്മളിവിടെ കണ്ടു നോക്കൂ. മധുവുണ്ണു മളിനിരകൾ മൂളിപ്പാട്ടോരോന്ന് പാടിടുന്നു. അപ്പോൾ ആരാണ് പാടിടുന്നത്? മൂളിപ്പാട്ട് പാടിടുന്നത്? യെസ്, അളിനിരകളാണല്ലേ. ആൻസർ എന്താണ്? അളിനിരകൾ. ദെൻ തലയാട്ടി രസിക്കുന്ന തളിർവല്ലിക്കൊപ്പം താളം പിടിക്കുന്നത് ആര്? പൂക്കൾ, പുലരി, ഇളം തെന്നൽ, കിളികൾ. ആൻസർ എന്താണ്? അതെ, ഇളം തെന്നലാണല്ലേ. ദെൻ പൂവല്ലി ജാലം നിരന്നു നിൽപ്പു. അടിവരയിട്ട പദത്തിൻ്റെ അർത്ഥം എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ള. അർത്ഥം എന്താണ്? അതെ, കൂട്ടമാണല്ലേ. അർത്ഥം എന്താണ്? കൂട്ടം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മാമരത്തോപ്പിൽ പറക്കുന്ന ശലഭങ്ങളെ വർണ്ണിക്കുന്നത് എങ്ങനെ? പൂക്കളെപ്പോലെയുള്ളവ, മഴവില്ലിൻ്റെ ശോഭയോടു കൂടിയവ, കളകളം പാടുന്നവ, തലയാട്ടി രസിക്കുന്നവ. എങ്ങനെയാണ് കൂട്ടുകാരെ വർണ്ണിക്കുന്നത്? യെസ്, മഴവില്ലിൻ്റെ ശോഭയോടു കൂടിയവ എന്നാണല്ലേ. ദെൻ 5ാമത്തെ ചോദ്യം. കളകളമൊഴികളാൽ കടലിൻ അലകൾ തീർക്കുന്നതാര്? പുഴകൾ, കിളിനിരകൾ, വണ്ടിൻ കൂട്ടം, കുട്ടികൾ. എന്താണ് ചോദിച്ചിട്ടുള്ളത്? കളകളമൊഴികളാൽ കടലിൻ അലകൾ തീർക്കുന്നത് ആര് എന്നല്ലേ ചോദിച്ചിട്ടുള്ളത്. നോക്കൂ. കളകളമൊഴികളാൽ കിളിനിരകൾ കാല്യക്കടലിൻ നലകൾ ചേർപ്പു. അപ്പോൾ ആരാണ്? നമുക്ക് മനസ്സിലായല്ലോ ഈ വരികൾ വായിച്ചപ്പോൾ. ആൻസർ എന്താണ്? യെസ്, കിളിനിരകൾ. കളകളമൊഴികളാൽ കടലിൽ അലകൾ തീർക്കുന്നത് ആരാണ്? യെസ്, കിളിനിരകൾ. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 2, കുറിപ്പ്. 2 കുട്ടികളും പിറ്റേന്ന് പ്രഭാതത്തിലാണ് എത്തിയത്. മരിച്ചു കിടക്കുന്ന കിളിയെ നോക്കി അവർ വിലപിച്ചു. ഒരു ശവക്കുഴി ഉണ്ടാക്കി അതിൽ പൂക്കൾ കൊണ്ട് അലങ്കരിച്ചു. ഒരു ചുവന്ന പെട്ടിയിൽ പക്ഷിയുടെ ശരീരം വെച്ച് ശവസംസ്കാരം നടത്തി. പുൽത്തട്ട് ഡെയ്സി ചെടിയോടൊപ്പം അവർ നിരത്തിലേക്ക് വലിച്ചെറിഞ്ഞു. ഡെയ്സി ചെടി എന്ന പാഠഭാഗത്തിലെ ഭാഗമാണല്ലേ നൽകിയിട്ടുള്ളത്. ഓക്കെ, നമുക്ക് ഈ ക്വസ്റ്റ്യൻ കൊടുത്തിരിക്കുന്നു. നോക്കൂ. ആരാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ആ ഡെയ്സി ചെടിയുടെ ചിന്തകൾ എന്തൊക്കെയാകാം? കുറിപ്പായി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ദെൻ താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഡെയ്സി ചെടിക്ക് നൽകിയിരിക്കുന്ന വിശേഷണം ഏതെന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ആ ചോദ്യം ഒന്ന് നോക്കാം. വെള്ളപ്പട്ടുടുത്ത സുന്ദരി, സ്വർണ്ണ കിരീടം വെച്ച രാജകുമാരി, സ്വർണ്ണ ഹൃദയവും വെള്ളിയുടുപ്പുമുള്ള കൊച്ചുപൂവ്, മഞ്ഞപ്പാവാടക്കാരി. ഏതാണ് കൂട്ടുകാരെ ആൻസർ? അതെ, സ്വർണ്ണ ഹൃദയവും വെള്ളിയുടുപ്പുമുള്ള കൊച്ചുപൂവ് എന്നുള്ളതല്ലേ. ഓക്കെ, അപ്പോൾ നമുക്കിനി ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ എഴുതിയാലോ. എന്തായിരുന്നു ഈ ക്വസ്റ്റ്യൻ? യെസ്, ആരായാലും ശ്രദ്ധിക്കപ്പെടാതെ പോയ ഡെയ്സി ചിരിയുടെ ചിന്തകൾ എന്തെല്ലാമാകും? കുറിപ്പായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, നമുക്ക് എഴുതാം. എത്രമാത്രം പ്രതീക്ഷയോടെയാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് വന്നത്. പൂന്തോട്ടത്തിനരികിൽ നിന്ന് എന്നെ മറ്റു പൂക്കൾ ആരും ശ്രദ്ധിച്ചില്ല. ആരും ശ്രദ്ധിക്കാത്തതുകൊണ്ട് നല്ല നിറമില്ലാത്തതുകൊണ്ടും എനിക്ക് സങ്കടം തോന്നിയിരുന്നു. എന്നാൽ ഒരു വാനമ്പാടി എൻ്റെ അരികിൽ വന്ന് പാട്ടുപാടി. എനിക്ക് ചുറ്റും നൃത്തം ചെയ്തപ്പോഴാണ് ആ സങ്കടം മാറിയത്. പക്ഷേ എൻ്റെ സന്തോഷം അധിക നേരം നീണ്ടു നിന്നില്ല. 2 കുട്ടികൾ ആ വാനമ്പാടിയെ പിടികൂടി കൂട്ടിലടച്ചു. അതിനെ സന്തോഷിപ്പിക്കാൻ എന്നെയും മണ്ണോടെ എടുത്തുകൊണ്ടുപോയി. അവർ ഞങ്ങൾക്കു 2 പേർക്കും വെള്ളം തന്നില്ല. പാവം ആ വാനമ്പാടി ചത്തുപോയി. കുട്ടികൾ വന്ന് ചത്തുപോയ വാനമ്പാടിയെ കണ്ടു കരഞ്ഞു. എന്നെ എടുത്തവർ ദൂരേക്ക് എറിഞ്ഞു. എൻ്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചതായി എനിക്ക് തോന്നി. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? ഇതുപോലൊരു കുറിപ്പ് തയ്യാറാക്കുക. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. യെസ്, നെക്സ്റ്റ് പ്രവർത്തനം എന്താണ്? പ്രവർത്തനം 3, കടങ്കഥ വ്യാഖ്യാനിക്കുക. താഴെ കൊടുത്തിരിക്കുന്ന കടങ്കഥ വായിച്ച് ഉത്തരം കണ്ടെത്തുക. കടങ്കഥ വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. കടങ്കഥ നോക്കൂ. കണ്ടം കണ്ടിക്കും തുണ്ടം പോലും തിന്നില്ല. ആൻസർ മനസ്സിലായല്ലോ കൂട്ടുകാർക്ക്. എന്താണ്? അതേ, കത്രികയാണല്ലേ.
ദെൻ നമ്മളോട് എന്ത് പറഞ്ഞിട്ടുണ്ട്? കടങ്കഥ വ്യാഖ്യാനിച്ച് കുറിപ്പ് തയ്യാറാക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് കുറിപ്പ് എഴുതാം. യെസ്, തുണിയും മറ്റും മുറിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് എന്ത്? യെസ്, കത്രിക എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ മുറിക്കുന്നതല്ല, തിന്നാൻ അതിന് കഴിയുന്നില്ല. ഈ അർത്ഥത്തിലാണ് കണ്ടം കണ്ടിക്കും എന്നാൽ തിന്നാൻ കഴിയില്ല എന്ന് കടങ്കഥയിൽ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ കൂട്ടുകാർക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു കടങ്കഥ തന്നെ വ്യാഖ്യാനിച്ച് കുറിപ്പായിട്ടൊക്കെ എഴുതാവുന്നുണ്ടാവും. അപ്പോൾ ഇതുപോലെ മറ്റ് കടങ്കഥകളാവും നിങ്ങൾക്ക് തരിക, ഇത് തന്നെ ആവില്ല തരിക. ഓക്കെ, ഇത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ കിണർ എന്ന് ഉത്തരം വരാത്ത കടങ്കഥ ഏതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. മുറ്റത്തെ ചെപ്പിനടപ്പില്ല, വെള്ളമില്ല കടലിൽ ആളില്ലാ തോണി, അടിയില്ലാത്ത ചട്ടി, നൂറാന വന്നാലും എടുത്തു മാറ്റാൻ പറ്റാത്ത വട്ടച്ചെമ്പ്. ഇതിലേതാണ് കൂട്ടുകാരെ കിണർ എന്ന് ഉത്തരം വരാത്ത കടങ്കഥ? എളുപ്പമല്ല, ഏതാണ്? യെസ്, വെള്ളമില്ല കടലിൽ ആളില്ലാ തോണി. ദെൻ പ്രവർത്തനം 4 നോക്കാം. വീട്ടുമുറ്റത്തും സ്കൂളിലും പൂന്തോട്ടമുണ്ടാക്കാനും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനും. യെസ്, നമുക്ക് എന്താണ്? 4ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് കൂട്ടുകാരെ? യെസ്, നോക്കൂ, 4ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. അനുഭവക്കുറിപ്പാണല്ലേ. എന്താണ്? ഓക്കെ, നമുക്ക് പ്രവർത്തനം 4 നോക്കാം. അനുഭവക്കുറിപ്പ്. പൂക്കൾ എത്രയോ പൂക്കളീ ഭൂമിതൻ മക്കളായി പിറക്കുന്നു നിത്യവും. നിങ്ങൾ നട്ടുവളർത്തിയ ചെടികളിലും ഇതുപോലെ പൂക്കളും കായ്കളും വിരിഞ്ഞിട്ടുണ്ടാകുമല്ലോ. ഉണ്ടല്ലോ കൂട്ടുകാരെ. ഓക്കെ, ഇതിനെന്താ നമ്മളോട് പറഞ്ഞിട്ടുള്ളത്? നിങ്ങളുടെ അനുഭവം കുറിപ്പായി എഴുതൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, നമുക്ക് എഴുതാം. വീട്ടുമുറ്റത്തും സ്കൂളിലും പൂന്തോട്ടം ഉണ്ടാക്കാനും വീട്ടിൽ പച്ചക്കറിത്തോട്ടം ഉണ്ടാക്കാനും ഞാനും കൂടാറുണ്ട്. ഞാൻ നട്ട ചെടികളിൽ പുതിയതായി ഓരോ ഇല വരുമ്പോഴും ഞാൻ സന്തോഷിച്ചിരുന്നു. ചെടിക്ക് ചെറിയൊരു വാട്ടം ഉണ്ടായാൽ എൻ്റെ മനസ്സ് വേദനിക്കുമായിരുന്നു. ഞാൻ നട്ട വെണ്ടയിൽ ആദ്യമായി ഒരു പൂവ് വിരിഞ്ഞപ്പോഴുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാനാവില്ല. ഞാൻ വളർത്തിയ വെണ്ടയിലും വഴുതനയിലും ഉണ്ടായ കായ്കൾ കൊണ്ടുണ്ടാക്കിയ കറികൾ കൂട്ടിയപ്പോഴും എനിക്കുണ്ടായ സന്തോഷത്തിന് അതിരുണ്ടായിരുന്നില്ല. അപ്പോൾ കൂട്ടുകാരെന്ത് ചെയ്യുക? യെസ്, ഇതുപോലെ നിങ്ങളുടെ അനുഭവം കുറിപ്പായി എഴുതുക. ഓക്കെ, ദെൻ ബി ക്വസ്റ്റ്യൻ എന്താണ്? തൂളയേറിയിടും വാടാ മലരുകൾ അടിവരയിട്ട പദത്തിന് പകരമായി എഴുതാവുന്ന വാക്ക് എന്തെന്ന് ചോദിച്ചിട്ടുണ്ടല്ലേ. നിറം, മാല, ഭംഗി, ആകാശം. ഏതാണ്? അതെ, ഭംഗിയാണല്ലേ. ആൻസർ എന്താണ്? ഭംഗി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 5 വാർത്ത. കടുത്ത ചൂടിനും കുടിവെള്ളക്ഷാമത്തിനും അറുതി വരുത്തിക്കൊണ്ടാണ് പുതുമഴ എത്തുന്നത്. വേനൽക്കാലത്ത് പുതുമഴ എത്തിയത് ഒരു വാർത്തയായി അവതരിപ്പിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളെങ്ങനെ ഒരു വാർത്തയുടെ രീതിയിൽ എഴുതണം അല്ലേ. ഒരു വാർത്ത എങ്ങനെയാണ് എഴുതേണ്ടത്? ഫസ്റ്റ് നമുക്ക് എന്താണ്? തലക്കെട്ട് നൽകണമല്ലേ. ഫസ്റ്റ് നമുക്ക് തലക്കെട്ട് എന്ത് എഴുതാം? യെസ്, ഭൂമിയെ തണുപ്പിച്ച് കുളിർ മഴയെത്തി. ദെൻ നമ്മൾ നെക്സ്റ്റ് എന്താണ് എഴുതേണ്ടത്? സ്ഥലമാണല്ലേ. നമുക്കിവിടെ കോട്ടയം എന്ന് എഴുതാം. കൂട്ടുകാരുടെ സ്ഥലം എഴുതാവുന്നതാണ്. ഓക്കെ, കടുത്ത വേനൽ ചൂടിൽ വലഞ്ഞിരുന്ന ജില്ലയ്ക്ക് ആശ്വാസമായി വേനൽ മഴ പെയ്തു. ഇന്നലെ ഉച്ച കഴിഞ്ഞ് മൂടിക്കെട്ടിയ ആകാശം 5 മണിയോടെ പെയ്തിറങ്ങുകയായിരുന്നു. വേനൽ മഴയ്ക്ക് പകിട്ടേകാൻ പതിവ് പോലെ ഇടിയും മിന്നലും കാറ്റും ഒപ്പമുണ്ടായിരുന്നു. കാര്യമായ നാശനഷ്ടങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. കുടിവെള്ളക്ഷാമത്താൽ വലഞ്ഞിരുന്നവർക്ക് വേനൽ മഴ അനുഗ്രഹമായി. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലൊരു വാർത്ത തയ്യാറാക്കുക. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. മഴയിരമ്പം എന്ന പദം വികസിച്ചാൽ മഴയിലെ ഇരമ്പം, മഴയും ഇരമ്പവും, മഴയുടെ ഇരമ്പം, മഴ പോലുള്ള ഇരമ്പം. ആൻസർ എന്താണ് വരുന്നത്? അതെ, നമുക്കറിയാം എന്താണ്? യെസ്, മഴയുടെ ഇരമ്പം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പ്രവർത്തനം 6 ആസ്വാദനം തയ്യാറാക്കുക. താഴെ കൊടുത്തിരിക്കുന്ന കവിതയുടെ ആശയം, സമകാലിക പ്രസക്തി, സന്ദേശം ഇവ വിലയിരുത്തി ആസ്വാദനം തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. വകതിരിവ് എന്ന കവിതാഭാഗമാണ് നമുക്കിവിടെ നൽകിയിട്ടുള്ളത്. നമുക്ക് കവിതാഭാഗം ഒന്ന് വായിച്ചു നോക്കാം. അമ്മയ്ക്കും അച്ഛനും മുത്തശ്ശി അമ്മയ്ക്കും ഒട്ടും വകതിരിവില്ല കഷ്ടം. ചിട്ടിപ്പണത്തെക്കുറിച്ചവരെപ്പോഴും ചിന്തിച്ചു നാളുകൾ പോക്കിയിരുന്നു. സന്ധ്യയ്ക്കു മാനത്തു വന്ന മഴവില്ലു കാണാൻ അവർക്കില്ല നേരമൊട്ടും. മുറ്റം നിറഞ്ഞ തണുത്ത വെള്ളത്തിൽ തോണിയിറക്കുവാൻ മോഹമില്ല. തുമ്പിയും മക്കളും രാവിലുറങ്ങുന്ന ദേതൊരിടത്തെന്നറിയുകയില്ല. കാണട്ടെ ഞാൻ ഈ മഴയെന്നു ചൊല്ലിയാൽ പോയി വായിക്കുവാൻ ആജ്ഞ നൽകും. പെയ്യട്ടെ നല്ല മഴയെന്നു വെക്കിലോ വൈക്കോൽ നനയുമെന്നോർത്തു മഴുകും. കാണേണ്ട പോൽ മരങ്ങളിൽ പെയ്യുന്ന കന്നിമഴതൻ മഹോത്സവങ്ങൾ. പുസ്തകം വായിച്ചു കൊള്ളണം പോലും ഈ പേമഴ പെയ്ത് തിമിർത്തിരുമ്പോൾ. പി മധുസൂദനൻ്റെ ഒരു മനോഹരമായ കവിതാഭാഗമാണല്ലേ വകതിരിവ് നൽകിയിട്ടുള്ളത്. വകതിരിവ് എന്ന കവിതയിലൂടെ നമുക്ക് നൽകിയിട്ടുള്ളത്.
ഓക്കെ, നമുക്ക് നോക്കാം. നമ്മളോട് എന്താ പറഞ്ഞിട്ടുള്ളത്? ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണല്ലേ. ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. ഓക്കെ, നമുക്ക് എഴുതി നോക്കാം. സ്വന്തമായി കളിച്ചു നടക്കാൻ ആഗ്രഹിക്കുന്ന കുഞ്ഞു മനസ്സാണ് പി മധുസൂദനൻ്റെ വകതിരിവ് എന്ന കവിതയിൽ കാണാൻ കഴിയുന്നത്. അമ്മയും അച്ഛനും മുത്തശ്ശിയുമെല്ലാം ജീവിതത്തെപ്പറ്റി ആകുലപ്പെടുന്നവരാണ്. ചിട്ടിപ്പണത്തെക്കുറിച്ചും വീട്ടുചെലവുകളെക്കുറിച്ചുമെല്ലാമാണ് അവർക്ക് എപ്പോഴും ചിന്ത. മാനത്ത് ഒരു മഴവില്ലു കണ്ടാൽ അത് നോക്കി നിൽക്കാനോ ആസ്വദിക്കാനോ ഒന്നും അവർക്ക് നേരമില്ല. മഴയത്ത് മുറ്റം നിറയെ വെള്ളം കെട്ടി നിൽക്കുമ്പോൾ അതിൽ തോണി കളിക്കാനോ ഒന്നിനും അവർക്ക് ആഗ്രഹമില്ല. പകൽ മുഴുവൻ പാറിപ്പറക്കുന്ന തുമ്പിയും മക്കളും എവിടെയാണ് ഉറങ്ങുന്നതെന്ന ചോദ്യത്തിന് ഉത്തരം പറയാൻ അവർക്ക് കഴിയില്ല. മഴ കണ്ടോട്ടെ എന്ന് ചോദിക്കുമ്പോൾ പോയി വായിക്കുവാൻ പറഞ്ഞ് അമ്മയും അച്ഛനുമെല്ലാം വഴക്കു പറയും. നല്ല മഴ പെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ വൈക്കോല് നനയുമല്ലോ എന്നോർത്ത് അമ്മ ആകുലപ്പെടും. മഴ നിന്നു കഴിയുമ്പോൾ മരങ്ങളിൽ നിന്നും പെയ്യുന്ന വെള്ളത്തുള്ളികൾ കാണാൻ അവർക്ക് ആർക്കും ഇഷ്ടമില്ല. അപ്പോഴെല്ലാം പുസ്തകം വായിച്ചുകൊള്ളാൻ പറഞ്ഞ് ഓടിച്ചു വിടും. മഴ ഇങ്ങനെ തകർത്ത് പെയ്യുമ്പോൾ തന്നോട് പഠിക്കാൻ പറയുന്ന അവർക്കാർക്കും വകതിരിവില്ല എന്നാണ് കുട്ടിയുടെ കണ്ടെത്തൽ. പ്രകൃതി ഭാവങ്ങളെ ആസ്വദിക്കാതെ ആകുലപ്പെട്ടു നടക്കുന്ന മനുഷ്യർക്കുള്ള മറുപടി കൂടിയാണ് ഈ കവിത. അപ്പോൾ കൂട്ടുകാരും എന്ത് ചെയ്യുക? ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കുക. നിങ്ങൾക്ക് എക്സാമിന് ഏതെങ്കിലും കവിതകളായിരിക്കും നൽകി. ഈ കവിത തന്നെ വരണമെന്നില്ല, മറ്റ് കവിതകൾ നൽകി ഇതുപോലൊരു ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനുണ്ടാകും. ഓക്കെ കൂട്ടുകാരെ, നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായി തോന്നുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കണ്ടുമുട്ടാം. ഓക്കെ, ബൈ.